താഴ്ന്നല്ലോ, വളരെ സ്ലോ ആയിട്ടാണ് താഴ്ന്നത്. ഓൺ ദ വേ കിട്ടിയത്. യുവർ നെയിം? Jarmo. Yamo. Yeah. You are from which city? From Bremen, from Bremen. Germany. Yeah, okay. But you are working. എൻ്റെ കഴുതനെ കാണുന്നു. സാധാരണ കഴുതനെ കാണാറില്ല. അത് കുറേ കാലത്തിന് ശേഷമാണ്. ഇറാനിലൊക്കെയാണ് ഞാൻ കഴുതനെ കണ്ടത്. ഷൂ ഒക്കെ കീറി വഴി മാറി നിൽക്കും മുണ്ടക്കൽ ശേഖര. ഇരള ഇതിൽ ചവിട്ടി കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് വഴി മുടക്കിക്കൊണ്ട്. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് ഒരു സ്പേസ് ഉണ്ടാക്കി കവർ ചെയ്തിട്ട് ഇനി ഇവിടെയാണ് ക്യാമ്പിങ്. ഇതൊരു ബ്രിഡ്ജ് താന്നുകൊണ്ടിരിക്കുന്ന നൈസ്. 2 ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഗോയിങ് ഡൗൺ. എപ്പോഴും ഇങ്ങനെ ലിഫ്റ്റിംഗ് ബ്രിഡ്ജ് കാണാറുണ്ട്, പക്ഷെ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഒരു ഉയർന്ന ബ്രിഡ്ജ് താന്നുകൊണ്ടിരിക്കുന്ന ആദ്യമായിട്ട് കാണാണ്. ഗോയിങ് ഡൗൺ. നല്ല മഴയാണ്. ഇവരെയാണ് എനിക്ക് കിട്ടിയത്. ഇവർ രണ്ടുപേരും ജർമ്മനിയിൽ നിന്നാണ്. ഇവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പോവാം. താഴ്ന്നല്ലോ, വളരെ സ്ലോ ആയിട്ടാണ് താഴ്ന്നത്. ഇതുപോലെ ഡെൻമാർക്കിൽ നിന്ന് ഞാൻ കണ്ടിരുന്നു ബ്രിഡ്ജ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് പൊങ്ങുന്നത് കാണുന്നത്. റൊട്ടേറ്റ് ചെയ്യുന്ന ബ്രിഡ്ജ് ഞാൻ കണ്ടിട്ടുണ്ട് ഡെൻമാർക്ക്. നമ്മൾ ബ്രൂജ് സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇതാണ് എൻട്രൻസ് കവാടം. ഇസ് ദ എൻട്രൻസ് ടു ബ്രൂജ് സിറ്റി. അത് പോയി വീണ സൗണ്ട് കേട്ടോ. Yeah, let's go. Yeah. നമ്മളിത് ബ്രൂജ് സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാണ്. This is the entrance to Bruges city. Wow. Welcome to Bulgaria. Yeah. It's something different. I can feel something different here. It's nice. It's a little bit old buildings and. On the way കിട്ടിയത്. Your name? Jarmo. Yamo. Yeah. You are from which city? From Bremen, from Bremen. Germany. Yeah, okay. But you are working in In the Netherlands. Netherlands. In the Netherlands, yeah. Hi. I'm Moritz. You are from which city? Also from Münster. Münster. Originally from Hamburg. Yeah. Okay. And working now in Münster. Right? Yeah, we do a 1-week trip through the Netherlands and Belgium, and then going back to Amsterdam, where I live currently. Yeah, they are really impressed my journey actually. Yeah. That's why they offer food and all. അവരെന്നെ ഫുഡിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാനിന്ന് ഡപ്പാനിലേക്ക് പോവും. ഇവർ തിരിച്ച് നെതർലാൻഡിലേക്കും പോകും. ടുഡേ യു ആർ സ്റ്റേയിങ് ഹിയർ, റൈറ്റ്? No. We're going to Zeeland, ബാക്ക് ടു നെതർലാൻഡ്സ്. അവർ തിരിച്ച് നെതർലാൻഡിലേക്ക് പോകും. ഞാൻ നേരെ ഫ്രഞ്ച് ബോർഡറിലേക്കും പോകും. ഇനി ഇവിടുന്ന് ഫ്രഞ്ച് ബോർഡറിലേക്ക് ഒരു 60 കിലോമീറ്റർ ഉണ്ട്. ഇവരുടെ കൂടെ ഫുഡൊക്കെ കഴിച്ച് ഒരു 4 മണിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ സമയം ഇവിടെ കുറേ സ്റ്റുഡൻസ് പോകുന്നു. അവരെ കാണുന്നത് പോലെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരോട് ചീത്ത കേൾക്കും. ഇവിടെ വീഡിയോ എടുക്കുന്നത് അവർക്ക് ഇഷ്ടമില്ല. ഇവരെന്നെ കൊണ്ട് ഇതൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട്. ലെറ്റ്സ്
go and eat food and waffle. Yeah. ആക്ച്വലി അവർ പറക്കായിരുന്നു. എന്നെ കണ്ടപ്പോൾ അവർ സ്ലോ ആക്കി അവരുടെ കൂടെ. എനിക്ക് പറ്റിയൊരു സ്പീഡിലാണ് അവരിപ്പോൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല മഴയാണ്. നിങ്ങൾ ബ്രൂജ് കണ്ടില്ല എന്ന് പറയണ്ട. അതാ ബ്രൂജാണ്. ഇതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ വേറെ എന്താണ്. ഇതുപോലത്തെ റോഡാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. കടകടകടകടകടകടാന്ന് അടിക്കും. സ്മൂത്തില്ലാത്ത റോഡാണ്. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ലെൻസിൽ വെള്ളമൊക്കെ കയറിയിട്ട് ക്ലിയർ പോയിട്ടുണ്ട്. തുടക്കാൻ കയ്യിലൊന്നുമില്ല. തുടച്ച് വൃത്തിയേടാക്കുന്നില്ല. കുറേ ടൂറിസ്റ്റുകൾ നൈസ് സിറ്റി. അടിപൊളിയാട്ടോ, കൊള്ളാം. ബ്രിഡ്ജ് കൊള്ളാം. Yeah, it's beautiful. Nice place, beautiful. യെസ്, അവരുടെ ഒരു ഫ്രണ്ടിനെയും കൂടി ഉണ്ട്. ഇപ്പോൾ 3 ആളായി. ഹായ്. സൈക്കിളിൻ്റെ ബ്രേക്ക് വളരെ കമ്മിയാണ്. എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശരിയാക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. ഇവിടുന്ന് പിടിച്ചാൽ ഒരു 10-50 മീറ്റർ കഴിഞ്ഞിട്ട് നിൽക്കുള്ളൂ. ഒരു ഉദ്ദേശിച്ച ഷോപ്പ് ഇതാണോ? ഐഡിയ. ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഉള്ളിലേക്ക്. എന്താണെങ്കിലും കുറച്ചും കൂടെ കിട്ടും. Which side? That side? നമ്മുടെ ബൈക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. We are sitting here. പുറത്ത് നല്ല മഴയാണ്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി വരെ മഴയാണ്. ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടുമെന്ന് അറിയില്ല. ഏതൊരു മലയാളിനെ ഡെപ്പാനെ എന്ന് പറയുന്ന സ്ഥലത്ത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവർ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ചിലപ്പം താല്പര്യമില്ലായിരിക്കാം. എന്തായാലും ലിവിറ്റ്, നമുക്ക് വിടാം. മഴ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നോ ഇഷ്യൂസ്. എവിടെയെങ്കിലും ടെൻ്റ് അടിച്ച് ഞാനും കൂടി. പക്ഷേ മഴയത്ത് എന്താ ചെയ്യാന്നറിയില്ല. നോക്കാം, ലെറ്റ്സ് സീ. ഇപ്പോൾ ഇതാ ഇവർ പോവാണ്. They are going. What is this? Oh, you should be very careful. That keep inside. Anyway, it was nice
meeting. Yeah. Thank you Take so care. much. Take Yeah, Good luck on the last kilometers. yeah. Thank you. Yeah, another 250, 300 kilometers. That's all. Finish. Nothing. That is nothing. Probably good to see family again, right? Yeah, Yeah. they'll reach today, and I'll meet them on June 1st. Yeah. Okay. Take care. Bye-bye. Good run. Pleasure to meet you. Pleasure to meet you too. Thank you. Thanks for the Bye-bye. nice lunch. I hope you find a good camp spot today. Yeah, hopefully I'll find. Yeah. I'll use that application. Then Yeah. hopefully we'll get. You done? Okay, for now. Enjoy the rest of your trip. Thank you. Have a good time in Paris. Thanks a lot. Go. Yeah. Bye. Bye bye. Bye. പിന്നെ ഒരു യാത്ര പറഞ്ഞു പോയി. ഇതേതാണ് A20 MYT വരുന്നത്. ഫ്രണ്ടിൽ വൈറ്റും ബാക്കിൽ യെല്ലോ ഒക്കെ ആണല്ലോ. UK വണ്ടി കേട്ടോ. ദാറ്റ് ഈസ് UK വണ്ടി. ദിസ് ഈസ് ദ സ്ട്രീറ്റ് ഈസ് മെയ്ഡ് ഫോർ ഷോപ്പിംഗ് ബ്രൂജ്. എന്താ അതിൻ്റെ പേര്? In 300 meters, turn left onto marked. തണുത്തിട്ടൊരു രക്ഷയില്ല. നല്ല തണുപ്പുണ്ട്, മഴയുണ്ട്. മഴയും അടിപൊളി. ഓ, ഒരു ലേഡിയാണല്ലോ പോകുന്നത്. Wow, superb. Turn left onto marked, then turn left onto I am marked. ഇത് പൊളിച്ച്. ഓ, ഇതൊരു കിടിലൻ സ്ഥലമാണല്ലോ. ഇവിടെ കുറേ കുതിരകളുണ്ട്, ഒന്നൊന്നല്ല. Turn left onto I am marked, then turn left onto Gelmonstraat. ഇവിടെ കുറേ കുതിരകളതാ. ഇത് കൊള്ളാട്ടോ. ബ്രൂജ് വരേണ്ട ഒരു സ്ഥലം തന്നെയാ. ബ്രൂജ് വരേണ്ട സ്ഥലമാണ്. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഞാൻ കുറേ സിറ്റി കണ്ടു. ആൻവേർപ്പൻ കണ്ടു, ബ്രസൽസ് കണ്ടു. ബട്ട് ബ്രൂജ് ഈസ് ബ്യൂട്ടിഫുൾ. വെരി 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 ബ്യൂട്ടിഫുൾ. Just asking your name. No. മക്കളെ, ബ്രൂജ് കാണേണ്ട സിറ്റി ആട്ടോ ബ്രൂജ്. അപ്പോൾ എല്ലാവരും ബെൽജിയം വരികയാണെങ്കിൽ ബ്രൂജിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. വെരി ബ്യൂട്ടിഫുൾ. ഈ ബ്രൂജിൻ്റെ ചുറ്റും വെള്ളമാണ്, ചുറ്റും കനാലാണ്. കനാൽ കടന്നിട്ട് വേണം ബ്രൂജിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ ബ്രൂജിൽ നിന്ന് പോവുകയാണ്. ഇനി നേരെ ഡെപ്പാനെ എന്ന് പറയുന്നത് ബോർഡറാണ്. ഫ്രാൻസിൻ്റെ
ബെൽജിയത്തിൻ്റെ ബോർഡറാണ്. കോസ്റ്റൽ കടലിൻ്റെ സൈഡിലുള്ള സ്ഥലമാണ്. ഞാനിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, വിട്ടാലോ? എനിക്ക് കുറച്ച് നേരം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇനിയും 60 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ തന്നെ 3:30 മണിയായി. രാത്രി ആകുമ്പോഴേക്കും അവിടെ പിടിക്കണം. നല്ല മഴ, ഒട്ടുക്കത്തെ മഴ. ഇന്ന് അവരുമായിട്ട് ലഞ്ച് കഴിച്ച് ഇറങ്ങിയതാ. ഏകദേശം ഒരു 3 മണിക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, 3-3:30. ഇപ്പോഴത്തെ സമയം 6 മണി ആവാറായി. കണ്ടിന്യൂസ് ആയിട്ട് മഴയാണ്, മഴയോ മഴ. റോഡ് നോക്കി, ടാർ ചെയ്യാത്ത റോഡാണ്, പക്ഷെ കുഴപ്പമില്ല, സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ടാർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ. ഏതൊക്കെ വയലിലൂടെ കാട്ടിലൂടെ ഒക്കെ പോകുന്നുണ്ട്. ഇനിയുണ്ട് ഒരു 35-30 കിലോമീറ്റർ കൂടി, 30 സംതിങ് ഉണ്ട്. സമയം 6 മണി ആവാറായി. ഇന്ന് റൂമില്ല, മഴയത്ത് എവിടെയെങ്കിലും ടെൻ്റ് അടിക്കേണ്ടി വരും. അതാണ് പ്രശ്നം. ഫോണൊക്കെ നനയുന്നു, കംപ്ലൈൻ്റ് ആവാതിരുന്നാൽ മതിയാണ്. ഞാൻ സാധാരണ മഴയത്ത് ഫോണ് പുറത്തെടുക്കാറില്ല, പക്ഷെ ഇന്നിപ്പോൾ എടുക്കാതിരിക്കാൻ പറ്റില്ല. റൂട്ട് നോക്കണം. പിന്നെ 2 ദിവസം കൂടി യാത്ര ഉള്ളൂ കേട്ടോ, 2-3 ദിവസം കൂടി. ഞാൻ ലണ്ടനിൽ എത്തിച്ചേരാൻ പോവാണ്. നാളെ ഞാൻ ഫ്രാൻസിലേക്ക് കയറും. കയറിയിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ UK കയറും. നാളെ ഒരു ദിവസം കൊണ്ട് ഞാൻ 3 കൺട്രിയിൽ ട്രാവൽ ചെയ്യും. ആദ്യം ബെൽജിയം, പിന്നെ ഫ്രാൻസിലേക്ക് കയറും, പിന്നെ UK. അപ്പോൾ നാളത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് 3 രാജ്യങ്ങളിലൂടെയുള്ള യാത്രയാണ്. വെറൈറ്റി ഡേ ആണ് നാളെ. നല്ല മഴ. 2 കഴുതനെ കാണുന്നു. സാധാരണ കഴുതനെ കാണാറില്ല, അത് കുറേ കാലത്തിന് ശേഷമാണ്. ഇറാനിലൊക്കെയാണ് ഞാൻ കഴുതനെ കണ്ടത്. ഇറാനിന് ശേഷം ഞാൻ ഇവിടെ കഴുതനെ കണ്ടത് ഓർമ്മയില്ല. എന്തായാലും കുറേ കാലത്തിന് ശേഷം കഴുതനെ കാണുന്നുണ്ട്. ആ വീട്ടിൽ വളർത്തുന്നതെന്ന് തോന്നുന്നു. മഴ പെയ്ത് മൊത്തം കുളിച്ചാണ്. എൻ്റെ ലഗേജ് മൊത്തം വെള്ളം കയറിയിട്ടുണ്ടാവും. ഇത് വാട്ടർ പ്രൂഫ് അല്ല, ഇത് വാട്ടർ പ്രൂഫാണ്. ഇന്നിപ്പോൾ 77 കിലോമീറ്ററായി. ഇനിയും ഒരു 30 കിലോമീറ്റർ ആണ്. ഇന്നലെ ആയിരുന്നു 8ന്റെ പണിയുള്ള റോഡ് കിട്ടിയ. ഷൂ ഒക്കെ കീറി ലണ്ടനിലെത്തിയിട്ട് വേണം ഷൂ വാങ്ങിക്കാൻ. നല്ല കാറ്റാണ്, ഒരു രക്ഷയില്ല. അങ്ങോട്ട് ചവിട്ടിയിട്ട് നീങ്ങുന്നില്ല. കാരണം പരന്ന് കിടക്കുകയാണ്. കാണുന്നില്ല, വണ്ടി ഒരു 7-8 സ്പീഡിലാണ് പോകുന്നത്. ഇങ്ങനെ പോയാൽ ഞാൻ നാളെ രാവിലെ ആവും. ഇതൊരു പക്കാ വില്ലേജാണ്. വില്ലേജിലുണ്ട് ഒരു സാധനം, ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇത് കിട്ടുന്ന എന്താണ്, ഫ്രൂട്ട്സ് മീൻസ് സ്ട്രോബെറി. ഇവിടെ ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു, കണ്ടിട്ട് ഉണ്ടായതാന്ന് തോന്നുന്നു. ഞാൻ ഇതെങ്ങനെ എടുക്കുകയെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം എന്നിട്ട് €4 സെലക്ഷൻ ബട്ടൺ എന്താണ്? ഇതെങ്ങനെ സെലക്ട് ചെയ്യാ?
പൈസ താഴേക്ക് വരികയല്ലാണ്ട് ഇതിങ്ങോട്ട് വരുന്നില്ലല്ലോ. എനിക്ക് ഇൻ്റർനെറ്റ് ഇല്ല. ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇതെന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാൻ. ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ഇതമർത്തുമ്പോൾ കോയിൻ താഴേക്ക് വരുന്നു, ഇതമർത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നു. ഇത് ബട്ടണാണോ? ഇത് പ്രൈസ് എഴുതിയാണ്. ഇങ്ങനെ അത് താഴേക്കൊന്നും വരില്ല, നമ്മൾ തുറന്നെടുക്കണം. യെസ്, ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി. ബാക്കി പൈസ വന്നിട്ടുണ്ട്. ബാക്കിയതാ പൈസ വന്ന് കിടക്കുന്നുണ്ട്, അതെടുക്കട്ടെ. യെസ്. ഓ, ഇതെങ്ങനെയാണെന്ന് അറിയാണ്ട് ആകെ പെട്ടുപോയി. കുറേ നേരം നമ്മൾ കളിക്കണം. പൈസ ഇടാ, പൈസ തിരിച്ചു തരാം, പൈസ ഇടാ, പൈസ തിരിച്ചു തരാം. വഴി മാറി നിൽക്കും മുണ്ടക്കൽ ശേഖര. ഇതിൽ ചവിട്ടി കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് വഴി മുടക്കിക്കൊണ്ട്. ചെമ്മരിയാടുകൾ. ഹലോ, വീട്ടിൽ പോകുന്നില്ലേ? ഇവിടെ മൊത്തം നാശാക്കിയിട്ടിട്ടുണ്ട്. ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ പോകാനോ ഒന്നിനും പറ്റുന്നില്ല. യെസ്, കമോൺ, ഓടിക്കോ വേഗം വിട്ടോ. ശരി, ഈ റോഡ് മൊത്തം നാശാക്കിയിട്ടാണ്. എന്നെ ഒന്ന് കുത്തല്ലേ. അങ്ങനെ ഞാൻ ബെൽജിയത്തിൽ ആദ്യമായിട്ട് ക്യാമ്പ് ചെയ്യാൻ പോവാണ്. എവിടെയാണെന്നറിയോ? ഇതാ ഇവിടെ ഈ ഒരു സ്ഥലത്ത്. ഇവിടെ കുറേ ഇതുപോലത്തെ സാധനങ്ങൾ കാണുന്നു. ഞാൻ എടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്തു, ലേശം ഒന്നും ഇങ്ങോട്ടായി. ഇതാ, ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ക്യാമ്പ് ചെയ്യാൻ പോവാണ്. പെട്ടെന്ന് അങ്ങനെ പുറത്തേക്ക് ആരും കാണൂല. ഇപ്പോഴല്ല, ഇരുട്ടായിട്ടേ ചെയ്യുള്ളൂ. ഇവിടെയാണ് ഇന്ന് ക്യാമ്പിങ്. ഇതാണ് സ്ഥലം. എവിടെ ഇരിക്ക്. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് ഒരു സ്പേസ് ഉണ്ടാക്കി കവർ ചെയ്തിട്ട് ഇനി ഇവിടെയാണ് ക്യാമ്പിങ്. അപ്പോൾ ശരി, സമയം 8:30 ആയിട്ടുണ്ട്. ഞാൻ മെല്ലെ അതിൻ്റെ ഉള്ളിൽ കയറട്ടെ. മഴ പെയ്താൽ നല്ല രസമുണ്ടാവും. മഴ പെയ്യും, എന്തായാലും മഴയൊക്കെ പെയ്യും. മഴ പെയ്യുന്നതിന് മുന്നേ ഞാൻ അതിൽ കയറിയിട്ട് സെറ്റ് ആവട്ടെ. ക്യാമ്പ് ചെയ്യാനുള്ള കാരണം എന്താ പറയുക? ഞാൻ ഇവിടെ ചൂസ് ചെയ്യാൻ കാരണം നിലത്ത് നല്ല ഫ്ലാറ്റാണ്, കൂടാതെ തൊട്ടടുത്ത് മതിലാണ്, ഒരു ഹാഫ് മതിലുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒട്ടുക്കത്തെ കാറ്റാണ്. അപ്പോൾ ആ മതിൽ കവർ ചെയ്യുന്നതുകൊണ്ട് ഇതിലേക്ക് കാറ്റ് എങ്ങനെ പിടിക്കില്ല, ടെൻറ്റിലേക്ക് കാറ്റ് വരില്ല. അങ്ങനെ ഒരു ഇത് നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ തന്നെ ചൂസ് ചെയ്യാൻ കാരണം. പിന്നെ എനിക്ക് സേഫായിട്ടും തോന്നി. ഓക്കെ, അപ്പോൾ അതാണ് കാരണം കേട്ടോ ഇവിടെ ക്യാമ്പ് ചെയ്യാൻ കാരണം. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ടെൻറ്റിനുള്ളിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ, പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. നാളെ ഞാൻ 3 രാജ്യങ്ങളിലായിരിക്കും: ബെൽജിയം, ഫ്രാൻസ്, UK. അപ്പോൾ നാളത്തെ ഒരു ദിവസം 3 രാജ്യങ്ങളിലൂടെ ആയിരിക്കും യാത്ര. അപ്പം എന്തായാലും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. UK-ലോട്ട് ഒരു 3 ദിവസത്തെ റൈഡ്, നാളത്തെ റൈഡും, മൊത്തം ഇനി 4 ദിവസത്തെ റൈഡും കൂടെ ഉള്ളൂ ഈ ലണ്ടനിലെത്താൻ. ഓക്കെ, അപ്പം ബൈ, ഗുഡ് നൈറ്റ്.